നോമ്പുകാല ധ്യാനം 25-ാം ദിവസം. ഈ നോമ്പുകാലം വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. നമ്മൾ സുവിശേഷങ്ങളിലെ മാതൃകകളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ പൂർവ്വകാല വിശുദ്ധികളെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻപുറത്തു നിന്ന് ആ വഴി വന്ന ശിമിയോൻ എന്ന കിർനേക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. ശിമിയോൻ വിശുദ്ധനായോ? കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴൊക്കെ തോന്നിയ ചോദ്യമാണ് ഇതായിരിക്കും. കുരിശ് രക്ഷയുടെ അടയാളമായിരുന്നിട്ടും ആ കുരിശ് ചുമന്ന ശിമിയോൻ വിശുദ്ധിയുടെ ഗണത്തിൽ ചേരാതെ പോയതിൻ്റെ കാരണം നോമ്പിൽ ധ്യാനിക്കണം. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ശിമിയോൻ കുരിശ് ചുമന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം കുരിശ് ചുമക്കാൻ നീ തീരുമാനിക്കുമ്പോഴാണ് നീ ക്രൂശിതൻ്റെ പ്രിയപ്പെട്ടവനാകുന്നത്. അല്ലാത്തിടത്തോളം ക്രൂശിതൻ നിനക്ക് വെറും ഒരപരിചിതൻ മാത്രമായിരിക്കും. പലപ്പോഴും നമ്മുടെ പല ഭക്താഭ്യാസങ്ങളും ആരുടെയൊക്കെയോ നിർബന്ധത്തിനും സ്വാധീനത്തിനും വഴങ്ങി നടത്തപ്പെടുന്നതാണ്. പള്ളിയിൽ പോകാൻ മാതാപിതാക്കന്മാർ പറഞ്ഞതുകൊണ്ട് മാത്രം പള്ളിയിൽ പോകുന്ന കൗമാരക്കാരെ നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥനക്കാരനാണെന്ന് മുദ്ര കിട്ടാൻ വേണ്ടി മാത്രം ഹല്ലേലൂയ പാടിയ കപടഭക്തരെ നമുക്ക് കാണാൻ പറ്റും. മാറ്റം ഈ നോമ്പിൽ ആരംഭിക്കണം. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിലപ്പോകില്ല എന്ന് നാം ഓർക്കണം. ഇഷ്ടത്തോടെ അവൻ്റെ കുരിശ് ചുമക്കുവാൻ നമുക്ക് ഈ നോമ്പിൽ പ്രതിജ്ഞ എടുക്കണം. രണ്ടാമതായി, കുരിശൊഴിവാക്കാൻ ശിമിയോൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കാൽവരിയിൽ അദ്ദേഹത്തെ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണുന്നതായി വചനങ്ങളിൽ കാണുന്നില്ല. ആത്മീയ ജീവിതത്തിലും ഈ ഒരു ദുരന്ത സാധ്യത ധാരാളമുണ്ട്. കുറച്ചുനാൾ കുരിശ് വഹിക്കും, പിന്നീട് കുരിശൊഴിവാക്കാൻ പ്രാർത്ഥിക്കും. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നവരാകാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ വിശുദ്ധ അൽഫോൻസാമ്മയും പാദ്രെ പിയോയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും കുരിശൊഴിവാക്കാനല്ല പ്രാർത്ഥിച്ചിരുന്നത്, മറിച്ച് കുരിശിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ നോമ്പിൽ കുരിശൊഴിവാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, വേദനിക്കുന്നവനോടൊപ്പം അവസാനം വരെ നിലനിൽക്കാനുള്ള മടി ശിമിയോനിൽ നാം കാണാതെ കാണുന്നുണ്ട്. വേദനിക്കുന്ന ക്രിസ്തുവിനെ നേരിൽ കണ്ടവനാണ് ശിമിയോൻ. എന്നിട്ടും ആ വേദനയുടെ കാൽവരിയിൽ അവൻ ക്രൂശിതനെ തനിച്ചാക്കി. നമുക്ക് ശിമിയോനാകേണ്ട, കുരിശിൻ്റെ ചോടെ നിന്ന യോഹന്നാനായാൽ മതി. മുഴുവൻ ദുഃഖവും ഏറ്റെടുത്ത് യോഹന്നാൻ അവൻ്റെ കുരിശിൻ്റെ ചുവടെ നിന്നതുപോലെ നോമ്പിൽ വേദനിക്കുന്നവരോടൊപ്പം നമുക്കും നിൽക്കേണ്ടതുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് വേദനിക്കുന്നവനോട് ഒപ്പം ചേരാനാകുക, ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തായിരിക്കാൻ സാധിക്കുക. നോമ്പ് അരികിലിരിക്കലും വേദനയ്ക്കലുമാണെന്ന് കണ്ടെത്തി ഈ നോമ്പ് കൂടുതൽ അർത്ഥവത്താക്കാം.